വൈ പ്രയർ, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല, അതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്, ദൈവ മഹത്വത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ട്, നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കാൻ. ഈ 2 പോയിൻ്റ് മാത്രം ചിന്തിച്ചാൽ മതി. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം. 2, എൻ്റെ സന്തോഷം പൂർത്തീകരിക്കാൻ. അപ്പോൾ നമ്മൾക്ക് സന്തോഷം ഇല്ലെന്നേ. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയത്തില്ലല്ലോ. ഒന്നാമത് അതായത് ജഡീക മനുഷ്യന് സന്തോഷം ചുമ്മാ കാണിച്ചുകൊണ്ട് നടക്കുമ്പം അവൻ്റെ ആത്മാവ് ചത്ത് കിടക്കുകയാണ്. അപ്പോൾ അവന് പാർട്ടിയും കൂത്തും പിന്നെ എന്നാ ഡാൻസും കള്ളുകുടിയും മ്ലേച്ഛതയും ദുഷ്ടതയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതാ സന്തോഷം. അത് സന്തോഷമല്ല. അത് ആത്മാവില്ലാത്തവൻ ജഡത്തെ പോഷിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുക. അത് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ല. അല്പകാലത്തേക്ക് വന്നിച്ച് പിന്നെ അവർ തന്നെയാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് കോപ്പി ചെയ്യാനൊക്കത്തില്ല. അത് നമ്മൾ വെറുക്കാൻ തക്കവണ്ണം ആത്മാവ് വളർന്നേ ഒക്കത്തുള്ളൂ. അത് നമ്മൾ വളരെ ലൂക്വമായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ഈ ചർച്ചുകളിലൊക്കെ നമ്മളിപ്പം കല്യാണം നടത്തുന്ന ആ വിശുദ്ധിയെല്ലാം അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പൊടിച്ച് കല്യാണം നടത്തും അതുപോലെ തന്നെ ഡിവോഴ്സും കൂടുകയാണ്. കാരണം നമ്മളെല്ലാം ഈ ജഡീക തലത്തിനങ്ങ് കൂടുതൽ ശ്രദ്ധ, അത് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ ആത്മീയ തലത്തിലുള്ള ശ്രദ്ധ കൊടുക്കാതെ ഇവിടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകുന്നു, പലതിലും തെറ്റിപ്പോകുന്നു. കർത്താവിന് സങ്കടമാണ്. കർത്താവ് യെശയ്യാ 1:5 ഇങ്ങനെ പറയുന്നുണ്ട്, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ, അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളഞ്ഞു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെ ശേഷിച്ചിരിക്കുന്നു. അയ്യോ കർത്താവേ, എഴുന്നേൽക്കണമേ, കരുണ കാണിച്ച് ഞങ്ങളുടെ തലമുറകളെ രക്ഷിക്കണമേ. അതാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. കർത്താവ് നമ്മൾ ഒരു തരത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവാത്മാവിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് നിത്യമായ ജീവനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നതിൻ്റെ ഉറവ യേശുവാണ്. ആ ക്രിസ്തുവിൽ നമ്മൾ വരാതെ ഇറ്റ്സ് എ വെരി നാരോ റോഡ്. അതൊരു നാരോ റോഡാണ്. അതിന് ഈ നാരോ റോഡിൽ ഈ ഒരു ചെറിയ കവാടമാണ്. ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കയറുമെന്ന് പറഞ്ഞ പോലെ, സൂചിക്കുഴ എന്ന് പറഞ്ഞൊരു ഭാഗം യെരുശലേമിൻ്റെ വോളിനുണ്ട്. അത് ഒട്ടകം ഒരിക്കലും അതിനകത്തൂടെ കയറാത്ത പോലെ ചെറുതായതുകൊണ്ടാണ് ഒട്ടകം വരുന്നവരെ ഒട്ടകത്തിലുള്ള ഭാരം പുറത്തിറക്കി വെച്ചേച്ച് പിന്നെ അന്ന് രാത്രിയിൽ ഒട്ടകം പുറത്ത് കിടക്കും. കാരണം ഇതിനകത്ത് കയറാനൊക്കത്തില്ല, സാധനം മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ. അപ്പം സൂചിക്കുഴി എന്ന് പറയുന്നത് അത്ര ചെറുതാണ്. അപ്പം വിശുദ്ധന്മാരാരും ഇല്ലേ എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ഒരിക്കൽ സങ്കടം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ നോക്കിയാൽ ആരും ഈ സ്വർഗരാജ്യത്തിൽ കയറാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം നിർബന്ധമായിട്ട് പറയുക, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും എൻ്റെ അടുക്കലേക്ക് വാ. ഇതെല്ലാം ഒന്ന് ശരിയാണ്. പലരും പറയാം പ്രാർത്ഥിക്കാം, പള്ളി വരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഈ കള്ളുകുടി ഒന്ന് തീരട്ടെ, അല്ലെ എൻ്റെ വീട്ടിലെ പ്രശ്നം ഒന്ന് തീരട്ടെ, എൻ്റെ ബിസിനസ് ഒന്ന് ശരിയാകട്ടെ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇപ്പം ഞാൻ തന്നെ വചനം പറയാം, 16 കൊല്ലം വചനം പറയുന്നത്. ഇപ്പം ഈ 16 കൊല്ലം തുടങ്ങിയപ്പോൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. ദൈവം പറഞ്ഞു ചെയ്യാൻ അത് ചെയ്തു. ഈ 16 കൊല്ലം തൻ്റെ വിശ്വസ്തതയിൽ എങ്ങനെ നിർത്തിയെന്ന് ഓർക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിക്കുക എങ്ങനെ ഇത് ചെയ്തു എന്ന്. കാരണം എല്ലാം തികഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് വചനം പറയാൻ ഒക്കൂല. തീയുടെ പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് പരിഹരിച്ച് തരുന്നത് ദൈവമാണ്. പക്ഷെ ദൈവവചനത്തിന് തെറ്റുപറ്റത്തില്ല. അപ്പോൾ നമ്മളോട് കർത്താവ് പറയുന്നത്, ശരി നിങ്ങൾ ഉറച്ച പാറയിലാണ് നീക്കും നമ്മുടെ പ്രായക്കാരോട്. എന്നാൽ അടുത്ത തലമുറയുണ്ടല്ലോ, അവരെ ദീനം പിടിച്ച് നടക്കുകയാണ്. ഈ കല്യാണം നടത്തുമ്പം പലപ്പോഴും ഓർക്കണേ, നമ്മുടെ ഈ സൊസൈറ്റിയിൽ അപ്പനമ്മമാരുടെ മഹത്വത്തിലാണ് ഈ പിള്ളേർ നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ അവർ തന്നെയാകും. ആദ്യത്തെ 5 വർഷമൊക്കെ 5 വർഷം പിടിച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് 1 വർഷം, ആദ്യത്തെ 1 വർഷം വലിയ കുഴപ്പമില്ല. അത് കഴിയുമ്പോഴത്തേക്ക് പ്രശ്നം വരും. കാരണം ജീവിതത്തിൻ്റെ ഭാരങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച പോലെ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. കാരണം അവർക്ക് നേരെയില്ല. ഒന്ന്, പിന്നെ നമ്മളവരെ പഠിപ്പിച്ചിട്ടുമില്ല.
അപ്പോൾ ഈ ആത്മാവിൻ്റെ നിറവില്ലാത്തതിനാൽ പലപ്പോഴും കുടുംബങ്ങൾ ഛിദ്രമായി പോയി സഫർ ചെയ്യുന്നതും കൊച്ചുമക്കളാണ്, കൊച്ചു പൈതങ്ങൾ. അതൊന്നും ഓർക്കാൻ നേരമില്ലാത്ത പോലെ മനുഷ്യൻ സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു കാലം. ദൈവം പറയുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. വൈ ഇത്? അതായത് ഗ്ലോറി എന്ന് പറയുമ്പം യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പുത്രൻ പിതാവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി, അതായത് പിതാവ് അയച്ച പുത്രനാണ്, അതുകൊണ്ട് പുത്രൻ പിതാവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി അത് ചെയ്തു തരുമെന്ന്. അപ്പോൾ എൻ്റെ ഒരിക്കലും ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, ഞാൻ ലോയറാണ്. ഒരു രോഗിയുടെ കാര്യം വന്ന് ചോദിച്ചാൽ ഡോക്ടർ ഇവിടെ ഇല്ല പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടത്തില്ല. ഞാൻ പറയും ശരി നിങ്ങൾക്ക് ഡോക്ടറെ കാണെങ്കിൽ അവിടെ ഇരിക്കുക, ഞാൻ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അറിവിനെ പകർന്നു കൊടുക്കാൻ വേണ്ടി ഞാനത് യെസ് എന്ന് പറയണം. അതുപോലെ ദൈവം ചെയ്യുന്നത്. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്, ദൈവം നീ പിതാവിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ പുത്രനിൽ കൂടെ കണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ട് അനേകരെ എന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ദൈവത്തിന് നിർബന്ധം ദൈവത്തിന് മഹത്വം കൊടുക്കണം. 2, ദൈവത്തിൻ്റെ സന്തോഷം എന്നിൽ പകരണം. Prayer is designed by God to display His fullness and our need. അതായത് ദൈവത്തിൻ്റെ പൂർണ്ണത്വം, അതായത് എല്ലാം തരാൻ കഴിവുള്ള ഒരു ദൈവമാണ്. എന്നാൽ ഐ ആം നോട്ട് ഫുൾ, ഞാൻ ഫുള്ളി നിറഞ്ഞവനല്ല. എനിക്കെല്ലാം തന്ന ഏദൻ തോട്ടത്തിലാക്കിയത്. പക്ഷെ ഇന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് പോയിട്ട് അതിൻ്റെ അടുക്കപ്പോലും ആകുന്നില്ല. കാരണം പാപം കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നതിനാൽ എൻ്റെ സ്വയബുദ്ധിക്ക് ചെയ്യുന്ന എല്ലാം മണ്ടത്തരാണ്. ഒരു കാലമാകുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിച്ചു നോക്കുമ്പോൾ എല്ലാ വ്യക്തികളിലും ഈ ചിന്ത വരും, അത് ഞാൻ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇത് വേറൊരു എൻ്റെ അതിന്, നമ്മൾ ആ പ്രൊഫഷന് വേറെ ഈ പ്രൊഫഷൻ എടുത്ത്, ഇങ്ങനെ പല ചിന്തകളും, പല ബിസിനസ് ചെയ്ത് അത് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാവരിലും ചിന്ത വരും. കാരണം ദിസ് ഈസ് കോമൺ. അതിൽ ഭയപ്പെടാനോ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. അതവിടെ കിടക്കട്ടെ, നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം. കർത്താവേ, ഇന്ന് ഞാൻ നിൻ്റെ ശബ്ദം കേട്ടിട്ട് നിൻ്റെ മഹത്വത്തിനെതിരായിട്ട് എന്തെങ്കിലും കുറ്റം ചെയ്ത് പറ്റിപ്പോയെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ അടുക്കലോടി വരികയാണ്. എൻ്റെയോ എൻ്റെ മക്കളുടെയോ പ്രവൃത്തി കൊണ്ട് പിതാവിന് മഹത്വം കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ പ്രെയർ ഗ്ലോറിഫൈസ് ഗോഡ് ബിക്കോസ് ഇറ്റ്സ് പുട്ട്സ് us in a position of thirsty and God in the position of all supplying fountain. എല്ലാം തരുന്ന ഫൗണ്ടനാണ് എൻ്റെ ദൈവം. എനിക്ക് ആവശ്യമുണ്ട് താനും, എനിക്കല്ലേ എൻ്റെ മക്കൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വചനം അയക്കുന്ന അനേക മക്കൾക്ക് ആവശ്യമുണ്ട്. പലരും എന്നെ ടെലിഫോണിൽ കൂടെ വിളിക്കുമ്പം ഞാനൊരു വചനമാണ് പലർക്കും കൊടുക്കാറുള്ളത്. വചനം ആത്മാവ് പറയുന്നതാണ്. വചനം നമ്മുടെ ആവനാഴിയിൽ വെച്ചിരിക്കുന്നത് ഓരോ സമയത്തും ആത്മാവ് അതിന് പറ്റിയത് പൊക്കിയെടുത്ത് തരും, ക്ലിയറായിട്ട് സംസാരിക്കും. ആ വചനം കൊടുക്കുന്നത് അവരേറ്റെടുത്തു എങ്കിൽ അത് തന്നെ ഒരൊറ്റ വചനത്തിൽ അതൊരു താക്കോലാണ്. വചനം ഒരു വാതിലാണ്, അതൊരു ഡോറാണ്. ആ ഡോറിൻ്റെ താക്കോലും കൂടെ ഞാൻ തന്നിരിക്കുക. അത് തുറന്നിട്ട് അകത്ത് കയറി നിങ്ങൾക്കുള്ളത് നിങ്ങൾ എടുക്കണം, എടുക്കാതിരിക്കരുത്. അത് കഴിഞ്ഞിട്ട് വേറെ വല്ലയിടത്തും പോകാതെ ഉറച്ച് നിൽക്ക്, അവിടെ ഉറച്ച് നിന്നത് പ്രാപിച്ചെടുക്ക്. അപ്പം നമ്മളോട് കർത്താവ് പറയുന്നു, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. സങ്കീർത്തനം 50:15 നിൻ്റെ കഷ്ടകാലത്ത് നീ എന്നെ വിളിക്കും. ഐ വിൽ ഡെലിവർ യു, യു ഷാൽ ഗ്ലോറിഫൈ മീ. അത് ദൈവം നമുക്ക് നന്മ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് സാക്ഷ്യം കുറവാണ്. ഈ സാക്ഷ്യം പറയുന്നത് ഒരു കണക്കിൽ എസെൻഷ്യലാണ്. കാരണം ഞാനും ഇങ്ങനെ ആലോചിക്കുക, എവിടെ ചെന്നാലാണ് ഇപ്പം നമ്മൾ ഒരു രോഗം വന്ന ഉടനെ പലരോട് വിളിച്ചു നോക്കി, ഏത് ഡോക്ടറായിരുന്നു, ഏത് ആശുപത്രി, എന്താ ചോദിക്കുന്നത്, ആണ് എനിക്ക് പ്രയോജനം കിട്ടുക. അതുപോലെ തന്നെയാണ് ദൈവത്തെ അറിയുന്നവർക്കല്ലേ ദൈവത്തിൻ്റെ മഹത്വം പറയാനൊക്കത്തുള്ളൂ. അത് പറയുന്നത് എൻ്റെ അഭിമാനമായിട്ട് ചിന്തിക്കണം. ദൈവമേ, 2 പേരോടെങ്കിലും ഒരു ദിവസം ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറയാൻ എനിക്ക് അവസരം തരണം. നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, ഫോണിൽ കൂടെ മതിയല്ലോ, എന്തെളുപ്പമല്ലേ. അങ്ങനെ നിർബന്ധമായിട്ട് പറയുന്ന ചിലരെ എനിക്കറിയാം. അയ്യോ, അവരൊക്കെ പോകുന്ന ജീവിതത്തിലെ കഷ്ടം കാണുമ്പോൾ ഞാൻ തന്നെ എൻ്റെ തലയ്ക്ക് കൈവെക്കും. അയ്യോ, എന്തൊരു കഷ്ടം. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരാ വീടുകളിൽ പോയി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി വിടുതൽ കൊടുത്തിട്ട് അവർ തിരിച്ചു വരുന്നത് കാണുമ്പോൾ ഞാൻ പറയും, എൻ്റെ പൊന്നെ, ആർക്കിത് ചെയ്യാനൊക്കും? ദൈവവിളിയില്ലാത്തവർക്കിത് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ അത്രയെങ്കിലും അല്ലെങ്കിൽ എന്നും
പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. അത് നമ്മുടെ നെഞ്ചിനകത്ത്, അതായത് നമ്മൾ വല്ലവരുടെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയത്തില്ല, ഓ എല്ലാം ശരിയല്ല, എൻ്റെ മക്കളെങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല. അതേപോലെ മക്കൾ അങ്ങേയറ്റത്തെ വേദനയിൽ കഴിയുക, അവരതിനെക്കുറിച്ച് അധികം ചോദിക്കാതിരിക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല. നമ്മൾ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തുണ്ട് വിശേഷം, എവറിത്തിങ് ഓൾ റൈറ്റ്. ഉത്തരം പറയുമ്പോഴേ അറിയാം കൂടുതൽ ചോദിക്കരുതേ. നിങ്ങളങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്? കൂടുതൽ ചോദിക്കരുത്. നമുക്കറിയാതെ, നമുക്ക് ഉടനെ സെൻസ് ചെയ്യാം, അടുത്ത ചോദ്യം ചോദിക്കത്തില്ല നമ്മൾ. ഇതുപോലെ ദൈവസന്നിധിയിൽ ദൈവം ചോദിക്കും, മോളെ എല്ലാം ശരിയാണോ, ഒരു കുഴപ്പമില്ല പറയല്ലേ. തുറന്ന് അവനോട് പറയാനാ ഹൃദയം. അതാണ് വിനയം. ദൈവമേ എല്ലാം ശരിയല്ല, കുറേയൊക്കെ ശരിയാണ്, പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. യേശു അവിടെ ഇരിക്കും നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി. കാരണം അതിന് ഉത്തരം അവൻ്റെ കയ്യിലുണ്ടല്ലോ, വിശദമായിട്ട്. അതുകൊണ്ടാണ് കർത്താവ് ഈ യെശയ്യായുടെ വാക്യം ആദ്യം എടുത്തത്. മുഴുവൻ നിൻ്റെ മക്കളെക്കുറിച്ച് നീ പറയല്ലേ. എങ്ങനെയുള്ളവരാന്നാ പറഞ്ഞത്? ഒരു സുഖവും ഇല്ല. കൊച്ചുമക്കൾ മുറിവ്, പുറമേ ഒരു കുഴപ്പമില്ല, പക്ഷേ ആത്മാവിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മുറിവും ചതവും പഴുത്ത വ്രണവും. അവൻ ഞെക്കി കഴുകിയിട്ടില്ല, അതൊരു ഡോക്ടറിനെ കാണിച്ചിട്ടില്ല, ഡോക്ടറാകുന്ന ദൈവത്തെ വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കരയായി, എല്ലാം നാശത്തിൽ കിടക്കുന്നു. പക്ഷെ പുറമേ നോക്കുമ്പം സമൃദ്ധിയുണ്ട്. ഈ ദൈവം തരാത്തതായ സമൃദ്ധി എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടത് പോകും. അത് മനസ്സിലാക്കണം. ഇന്നലെ വലിയ മഴ പെയ്തു, നേരം വെളുത്തപ്പോൾ അവിടെയെങ്ങും മഴയുടെ ഒന്നും കാണുന്നില്ല. ഒരു സൂര്യൻ ഉദിച്ചപ്പം വൈകിട്ടായപ്പോൾ ചെടിക്ക് വേറെ വെള്ളം ഒഴിക്കണം. അതുപോലെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. ഉറച്ചു കിടന്നു ദൈവം നമ്മളെ വിളിക്കുകയാണ്. അവന് മഹത്വം കൊടുക്കാൻ വേണ്ടി അല്പം വിനയപ്പെടാൻ. ഈ വിനയമെന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ടല്ലോ, അയ്യോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാണ്. ഹ്യൂമിലിറ്റി. ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതല എന്തെന്നും ദൈവത്തിൽ ഞാൻ ആരെന്നും ദൈവം പറയുമ്പോൾ അത് സ്വീകരിച്ച് അതിൽ നിൽക്കുന്നത് ഒരു വലിയ വിനയമാണ്. അത് ഉറപ്പാണ്. അത് ഈ ഇളകാത്ത പാറ പോലെ നിൽക്കണം. അവിടെ നിൽക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ പൊന്നുപിതാവേ, നിനക്ക് മഹത്വം കൊടുക്കാൻ, ഞങ്ങളുടെ സന്തോഷം പൂർത്തീകരിക്കാൻ പ്രാർത്ഥിക്കാൻ നീ പറയുന്നു. മഹത്വം വേറെ ആർക്കും കൊടുക്കത്തില്ല. ബിക്കോസ് യു ആർ എ ജലസ് ഗോഡ്. തീഷ്ണതയുള്ളൊരു ദൈവമാണ്. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ പലപ്പോഴും, മാൻ ഹാസ് എ പെക്യൂലിയർ ക്യാരക്ടർ ലോർഡ്. വെൻ ഗോഡ് ആൻസേഴ്സ് എ പ്രയർ വി ട്വിസ്റ്റ് ഇറ്റ് ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ്. അങ്ങനെ പറഞ്ഞ് ദൈവം തരുന്നതിനെ ഞങ്ങൾ ശൂന്യമാക്കുന്നുണ്ട്. ആ സ്വഭാവം ഞങ്ങൾ എടുത്തു കളയണം. പൂർണ്ണമായും വിനയപ്പെട്ട് നിന്നിൽ നിന്നാണ് പ്രാപിച്ചിരിക്കുന്നത്, നീയാണ് ഞങ്ങളെ നടത്തുന്നത്. ഞങ്ങളുടെ തലമുറകളുടെ ജീവ ഉറവ നിന്നിൽ നിന്ന് മാത്രമാണ് വന്നിരിക്കുന്നത്. അല്ലാത്ത എല്ലാം വറ്റിപ്പോട്ടെ, നിന്ന് പോകട്ടെ, ആ സ്രോതസ് പോലും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലപ്പം പ്രാർത്ഥന കഠിനമാകും, സാരമില്ല. പിച്ച ദൈവത്തിൻ്റെ അല്ലാത്ത എല്ലാം നിന്ന് പോകണം. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ വിളിച്ചു മാറ്റണം. മക്കളെ ദൂരെ ഇരിക്കുന്നവർ സ്വന്തം കഴിവിൽ ഒരു IT-യും ഒരു ടെലിഫോണും ഒരു കമ്പ്യൂട്ടറും കിട്ടിക്കഴിഞ്ഞാൽ ആരെയും വേണ്ട എന്നും പറഞ്ഞ് മുറിക്കാതിരിക്കുന്ന ഒരു കാലം വന്നിരിക്കുക. ഒരു മനുഷ്യരുമായിട്ട് ഇടപെടത്തില്ല. കൊച്ചുമക്കൾ ചെന്നാൽ ആളുകളോട് മിണ്ടത്തില്ല. അവരവരുടെ മുറിക്കകത്ത് ഇഷ്ടം പോലെ. ഇതെല്ലാം ഈ സുഖസൗകര്യങ്ങൾ കൂടിയതോടുകൂടി മനുഷ്യനല്ലാതായി മാറിയിരിക്കുന്നു. ദൈവമേ, ഒരു വിടുതൽ ആവശ്യമുണ്ട്. നിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണം. വേണ്ടാത്ത ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ വള്ളികളും വെട്ടിമാറ്റണം. മുന്തിരി കൊല ഉണ്ടാണെങ്കിൽ ആ തോട്ടം അപ്പച്ചനൊന്ന് നോക്കണം. പിതാവാം തോട്ടക്കാരൻ വന്ന് അധികാരം ഏറ്റെടുത്തേ പറ്റൂ. എന്നിട്ട് പുത്രൻ്റെ മുന്തിരിയിലോട്ട് ഞങ്ങളെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കണം. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നു. അവിടെ നിന്ന് ജയമെടുത്താൽ മതി. ഈ മുന്തിരിവള്ളി പടരണം. ഇതിൽ മാത്രമേ ഫലം കായ്ക്കാവൂ. ഇത് വേലി കെട്ടിയതായിരിക്കണം. അതുപോലെ തന്നെ കുറുക്കനും കുറുനരികളും കയറാതിരിക്കാൻ ദിനം പ്രതി വാച്ച്മാനെ വെച്ച് തരണം. ഇതൊക്കെ അപ്പച്ചനെ ചെയ്യാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങൾക്കുള്ളതിനെ സൂക്ഷിക്കാൻ അവിടുന്ന് വിശ്വസ്തൻ തന്നെ. ദൈവദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നതിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുന്നതിന് നന്ദി. നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിളിക്കുമ്പോൾ അതൊരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് നിൻ്റെ അടുക്കൽ വരാൻ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നെ ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.